ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യൽ, ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിയാറാകുമ്പോൾ നമ്മൾ ആത്മവിചാരണ ചെയ്യണം. എത്രമാത്രം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചു, ഈ ദിവസങ്ങളെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന നല്ലൊരു ആത്മവിചാരണ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ ദിവസം ഇതാ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. യൗമു അറഫ. അറഫ ദിവസം ഇതാ സഹോദരങ്ങളെ നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. ഈ അറഫ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീൻ പൂർത്തീകരിച്ചു തന്നത്. അതാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുന്നു. ജൂതന്മാരിൽപ്പെട്ടൊരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, അന്ന റജുലൻ മിനൽ യഹൂദി ഖാല ലഹു. ജൂതന്മാരിൽപ്പെട്ടൊരു വ്യക്തി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നു. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ജൂതന്മാരിൽപ്പെട്ടൊരു വ്യക്ി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. നിങ്ങളുടെ കിതാബിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഞങ്ങൾക്കെങ്ങാനുമാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ, ഞങ്ങൾക്കെങ്ങാനുമാണ് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ ആ അവതരണ ദിവസത്തെ ആഘോഷ ദിവസമാക്കി ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊരു ജൂതൻ വന്നുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, ഏത് ആയത്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് മേൽ അനുഗ്രഹത്തെ നാം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ, ആ ആയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ജൂതനായ ഈ വ്യക്തി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പൂർണമായൊരു ദീനിൻ്റെ അനുയായികളാണ് നമ്മൾ. സമ്പൂർണമായൊരു ദീനിൻ്റെ അനുയായികളാണ് നമ്മൾ. ഈ ദീനിൽ എന്ത് വിശ്വസിക്കണമെന്ന് കൃത്യമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, എന്തൊക്കെ പെരുമാറ്റങ്ങളായി സ്വഭാവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നെല്ലാം കൃത്യമായും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ, അത് സമ്പൂർണ്ണമാണ്. ഈ ദീനിലേക്ക് ഇനിയൊരു വിശ്വാസം അത് പുതിയതായി ചേർക്കാനില്ല. ഈ ദീനിലേക്ക് ഇനിയൊരു കർമ്മം പുതിയതായി ചേർക്കാനില്ലാത്ത വിധം സമ്പൂർണ്ണമാണ് അള്ളാഹുവിൻ്റെ ദീൻ. ആ ദീനിൻ്റെ അനുയായികളാണ് നമ്മൾ. ഈ ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് മേൽ അനുഗ്രഹത്തെ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നർത്ഥം വരുന്ന ആയത്തിനെ കുറിച്ചാണ് ജൂതനായ ഈ വ്യക്തി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഖാല ഉമർ, അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം, ഏത് ദിവസമാണ് ആ ആയത്ത് അവതരിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിച്ച സ്ഥലവും ഞങ്ങൾക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമഅ, വെള്ളിയാഴ്ച ദിവസം അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അനുഗ്രഹമായ, അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ദീൻ നമുക്ക് സമ്പൂർണ്ണമാക്കി തന്ന ദിവസമാണ് അറഫ ദിവസം. ആ ദിവസം നോമ്പ് നോൽക്കാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഇല അൻ സൗമി യൗമി അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു.
ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന വർഷത്തെ പാപവും പൊറുക്കപ്പെടാൻ കാരണമാകുന്ന നോമ്പാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫ ദിവസം ആ നോമ്പ് നോൽക്കാൻ നമ്മൾ നല്ല രൂപത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും വിട്ടുകളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ കണ്ണുകൊണ്ടും നാവുകൊണ്ടും അതുപോലെ തന്നെ മനസ്സുകൊണ്ടും പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്ക് ആവശ്യക്കാരാണ് നമ്മൾ. നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ കാരണമാണത്. കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും നമ്മുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് അറഫ ദിവസത്തിലെ നോമ്പ്. നമ്മൾ ആ ദിവസത്തെ നോമ്പ് വിട്ടുകളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് അറഫ ദിവസം. നമുക്ക് സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസത്തിൽ ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനേക്കാൾ സാധ്യതയുള്ള മറ്റൊരു ദിവസവുമില്ല. വഇന്നഹു ലയദ്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അടുത്തു നിൽക്കും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആ വ്യക്തിയെക്കുറിച്ച് അഭിമാനത്തോടുകൂടെ സംസാരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫ ദിവസത്തെ നല്ല രൂപത്തിൽ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ദുആഇന് കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അറഫ ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായ ദുആ അത് അറഫ ദിവസത്തെ ദുആ ആണ്. അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഖൈറാണ്. ദുആഇന് ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായ ദുആ അറഫ ദിവസത്തിലെ ദുആ ആണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആഇന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അറഫ ദിവസത്തിലെ ദുആ ആണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ദിവസം പരമാവധി ദുആ ചെയ്യാൻ, ആ രൂപത്തിൽ ഉപയോഗിക്കാൻ ഈ ദിവസത്തെ നല്ല രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറെ ആവശ്യക്കാരാണ് നമ്മൾ. നമ്മുടെ പരലോകത്തിൻ്റെ വിഷയം, നമ്മുടെ ഖബർ ജീവിതം, നമ്മുടെ ഹിസാബിൻ്റെ ദിവസം, നമ്മുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്ന ഹിസാബിൻ്റെ ദിവസം, അവിടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല രൂപത്തിൽ ദുആ ചെയ്യാൻ ആവശ്യക്കാരാണ് നമ്മൾ. ഖബർ ജീവിതത്തിൽ സമാധാനത്തോടു കൂടെയുള്ള ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ ആവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സന്തോഷത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിന് ആവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദിവസത്തിൽ നല്ല രൂപത്തിൽ ഇതിനൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഭൗതികമായ നമ്മുടെ വിഷയങ്ങൾ, രോഗങ്ങൾ ശിഫ ആകാൻ ആവശ്യമുള്ളവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, കടങ്ങൾ, അതുപോലെയുള്ള പ്രയാസങ്ങൾ, അതെല്ലാം ആശ്വാസമാകാൻ ആവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ വിഷയങ്ങളിൽ നല്ല രൂപത്തിൽ ദുആ ചെയ്യാൻ അറഫ ദിവസത്തെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഫലസ്തീനിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ അക്രമങ്ങൾ കൊണ്ട്, അകത്തു നിന്നുള്ള എടുത്തുചാട്ടക്കാരുടെ പല തോന്നിവാസങ്ങൾ കൊണ്ട് പീഡനം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരളുരുകി ദുആ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. സഹോദരങ്ങളെ, അറഫ ദിവസത്തെ ദുആയിൽ ഇതൊന്നും നമ്മൾ മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.